ഇത് ഡേറ്റാബേസിൻ്റെ കേസിലാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലാഗ് വരുന്നത്, സിസ്റ്റത്തിന് എങ്ങനെയാണ് ഈ പറഞ്ഞ ലോഡ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൻ്റെ ഒരു പൊസിഷൻ 1-2 ലൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് എൻ്റെ ലൈൻ ഓഫ് കോഡിൽ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനകത്തുള്ള ഒരു ചെറിയ ഇഷ്യൂ ഭയങ്കര വലിയ പ്രശ്നമായതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ വെരിഫിക്കേഷൻ്റെ സമയത്ത്, അതായത് /verify എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് പോയിന്റ് കോൾ ചെയ്യുമ്പോൾ അവിടെ വെരിഫിക്കേഷൻ നടക്കണം. അപ്പോൾ നമ്മൾ OTP സെൻഡ് ചെയ്യുന്നു, OTP എൻ്റർ ചെയ്യുന്നു, അപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നു സെഷൻ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇമെയിൽ കിട്ടുന്നു. അതിനുശേഷം OTP ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെഷൻ ID യൂസർ ID സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യൂസ്ഫുൾ ഫോർ ലേണിംഗ് പർപ്പസ് ദിസ് സിംഗിൾ ലൈൻ ഈസ് പ്ലേസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ എന്ത് വെച്ചാൽ ഈ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 160ാമത്തെ ലൈനിലെ ഈ ചെറിയൊരു ഭാഗം ഞാൻ എഴുതിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് സെലക്ട്, അതായത് ഈ ഇമെയിലുള്ള OTP കോഡും OTP എക്സ്പയറി ഡേറ്റും ഞാൻ കളക്ട് ചെയ്തെടുത്തു ഡേറ്റാബേസിൽ നിന്ന്. അതിനുശേഷം ഞാൻ ആ കണക്ഷൻ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചെക്ക് നടത്തിയപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ നടക്കുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഞാൻ ലോഗൗട്ട് ആവുകയാണ്. എന്നുവെച്ചാൽ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷേ ബാക്കി ഈ പറഞ്ഞ സെഷൻ ഡേറ്റ ഇല്ല. ആ സെഷൻ ഡേറ്റ എൻ്റെ കുക്കി സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പറയും സെഷൻ ഡേറ്റ ഇല്ല. ഇപ്പോൾ ഞാൻ കണ്ടീഷൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ആ കണ്ടീഷൻ കളഞ്ഞു തോന്നുന്നു. ഈ കണ്ടീഷൻ ആയിരുന്നു, ഫീഡിലേക്ക് പോകേണ്ട കണ്ടീഷൻ ആയിരുന്നു. യൂസർ ID സെഷൻ ഡേറ്റയിൽ ഇല്ലെങ്കിൽ ലോഗിനിലേക്ക് പോവുക. അതൊരു പ്രശ്നമായി. കാരണം വെച്ചാൽ ഇവിടെ ഞാൻ എൻ്റെ കണക്ഷൻ നേരത്തെ ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് യൂസർ ID കിട്ടിയില്ല. ആ യൂസർ ID കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്തത്, ഫെച്ച് ഓൾ നീഡഡ് ഡേറ്റ ഇൻ വൺ ക്വയറി റാദർ ദാൻ മൾട്ടിപ്പിൾ കോൾസ്, റെഡ്യൂസ് DB കണക്ഷൻസ്. അതായത് ഡേറ്റാബേസിലേക്ക് നിങ്ങൾക്ക് പലതവണ ഓരോ സാധനം എടുക്കാൻ വേണ്ടി നിങ്ങൾ ഡേറ്റാബേസിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ എല്ലാം കൂടെ ഒറ്റ തവണ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ പിന്നീട് ഉപയോഗിക്കാം. രണ്ടാമതൊരു DB ക്വറിക്ക് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കും അതുപോലെ തന്നെ ഡേറ്റാബേസിലേക്ക് ഒരു എന്താ പറയുക കമ്പ്യൂട്ടേഷൻ പവറും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കിട്ടേണ്ടതെല്ലാം ഒന്നിച്ച് വാങ്ങിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറ്റിയൊരു പണിയാണ്, പ്രശ്നമാണ്. കുറേ നേരം കമ്പയർ ചെയ്യേണ്ടി വന്നു, ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്ന്.